ഒരു കുഴപ്പമില്ല. കണ്ടോ, കാല് നിലത്ത് മുട്ടുന്നില്ല. കണ്ടോ, ഇത് നോക്ക്. കണ്ടോ, ചുമ്മാ പറയുന്നതല്ല. പോരായോ? അതാണ്ടത് പോരായോ? നോക്ക്, കാലെന്റെ മുട്ടുന്നുണ്ടോ നോക്ക്. വളയുന്നില്ലല്ലോ ആള്. കാണ്ട് കണ്ടോ? ഇതേപോലൊന്നും വേണ്ട. ചുമ്മാ എഴുതാടിച്ചാ പോരാ. ആട് നിൽക്കുന്നുണ്ടല്ലേ? നമസ്കാരം, സുരേഷ് ചന്ദ്രമാണ്. ഗ്രീൻ മോട്ടിവേഷൻ ചാനലിന്റെ ഒരു യാത്രാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്ന് യാത്രയിൽ അടിപൊളി ഒരു സ്ഥലത്താണ്. കോന്നിയിലാണ്, പയ്യാമൺ തേക്കുമല. തേക്കുമല എന്ന് പറഞ്ഞ തേക്കുമല വീട്ടിൽ ആട് വിജയണ്ണന്റെ വീട്ടിലാണ്. പല ഇനം ആടുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ വളർത്ത് ആടുകൾ ഇറച്ചിക്ക് വിൽക്കുന്ന, അല്ല പാലിന് വിൽക്കുന്ന എല്ലാം. അണ്ണൻ വളരെ ഫേമസ് ആയ കോന്നിയുടെ ഒരു കക്ഷിയാണ് ആട് വിജയന്റെ. വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ആടുകളാണ് ഇപ്പൊ നിൽക്കുന്നത്. കണ്ടല്ലേ, നമ്മുടെ ക്യാമറ നോക്കി ചിരിക്കുന്ന ആടുണ്ട്. അങ്ങനെ ഒത്തിരി സംഭവം. ഏതായാലും നമുക്ക് ഈ ആടിന്റെ വിശേഷങ്ങൾ, ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആടിന് വേണ്ടി ആട് ജീവിതം നയിക്കുന്ന ഒരാളാണ് വിജയണ്ണൻ. കോന്നിയിൽ ആട് വിജയൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് ഈ ആടിന്റെ വളർത്തലേക്ക് വന്നതെന്ന് പറയുന്നത്? എന്റെ അമ്മയുടെ കുഞ്ഞിനാള് പോലെ ബലിയാടെന്ന് പറഞ്ഞ 150 ആടുണ്ടായിരുന്നു. 150 അതിന്റെ പാരമ്പര്യമാണ് എനിക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടുള്ളത്. ഇവരെന്റെ മക്കളാണ്. ഒറിജിനൽ ക്വാളിറ്റി ഉള്ള കുട്ടികളെ കൊടുക്കത്തുള്ളൂ ഒരു കർഷകർക്ക് വളർത്താൻ വേണ്ടി. ഇറച്ചി കച്ചവടം ഇവിടെ ഇല്ല, കച്ചവടക്കാർക്ക് അലൗഡ് ഇല്ല. വളർത്താൻ വേണ്ടി മാത്രമുള്ള ആടുകളെ ഉള്ളൂ. ഇല്ല. ബ്രീഡിങ്ങിന്, പാലിനും വേണ്ടി മുട്ടനെ ബ്രീഡ് 4 മാസമായ കുട്ടിയാ ബ്രീഡിങ്ങിന് കൊണ്ടുവരിക. ഇത് കണ്ടോ, എന്റെ കളർ കണ്ടോ? 4 മാസമായ ഒരു കുട്ടി ഇതുപോലെ ആക്കട്ടെ. എന്നെ എല്ലാരും ചീത്ത വിളിക്കുന്നുണ്ട്. ഓരോ കമന്റ്, ഈ കമന്റ് ഇടുന്നവർ ഇതുപോലെ വളർത്തി കാണിയില്ലേ? വളർത്തുകാരില്ലെന്നല്ല, നല്ലപോലെ വളർത്താൻ എന്നെക്കാട്ടി നല്ലപോലെ നോക്കി വളർത്തുന്നവരുണ്ട്. പക്ഷെ ഈ കമന്റ് ഇടുന്നവർക്ക് ഇടാം, അവർക്കത് പറയാം. ഇതിനെ പോറ്റിക്കൊണ്ട് പോകുന്നവർക്ക് അതിന്റെ കാര്യം അറിയത്തുള്ളൂ. സുരോഗിയുണ്ട്, പർപ്പസാരിയുണ്ട്, കരോളിയുണ്ട്, ഷേരാ ബീറ്റലുണ്ട്, ഡബ്ബ ബീറ്റലുണ്ട്. കുട്ടികൾ ഇപ്പൊ നിലവിലായി വരുന്നതേ ഉള്ളൂ. മലബാറിയുടെ പെൺകുട്ടിയായി നിൽക്കുന്നത്. അവിടെ കൊല്ലംകാരി ഫ്രീ ആയിട്ട് വന്ന ഈ മലബാറി എടുത്തു. ഇത് കൊടുക്കാനുള്ളതല്ല. ഇത് ഒറിജിനൽ മലബാറി. ഇത് ഇറക്കി കാണിക്കാം. ഒറിജിനൽ മലബാറി. അവിടെ മലബാറി വരുന്നേ ഇങ്ങോട്ട് ഇറക്കി തരാം. പിടിച്ചാലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. ഇത് കണ്ടോ മലബാറി, ഒറിജിനൽ മലബാറി. അല്ല അതിന്റെ കൂടെ ഇരിക്കുവല്ല. ഇതിന് എത്ര ലിറ്റർ പാല് കിട്ടും ഒരു ആടിന്? ഇത് 2-2.5 ലിറ്റർ പാല് കിട്ടും. എത്ര കുഞ്ഞുങ്ങളാണ് ഒരു പ്രസവത്തിൽ? ഇത് 2. ഈ വേക്കൊന്നേ ഉള്ളൂ. ഒറ്റ കുട്ടിയെ കിട്ടിയുള്ളൂ. പ്രായം അവര് എനിക്ക് കൊണ്ടു തന്ന ഫ്രീ ആയിട്ട് കൊല്ലംകാര് പോറ്റിമാര്. അവിടെ മോനാ ഇത്. 5 മാസം. കൊടുക്കില്ല, വെളി വിൽക്കത്തില്ല. ഇവിടെ വേണം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി. മരുന്ന് വരെ വന്നാൽ കൊടുക്കും. അത് ഞാൻ പൈസ ഒന്നും ചോദിക്കത്തില്ല. എന്തോലും തരുവാന്നേ മേടിക്കും, ഇല്ല അനങ്ങത്തൂല്ല. ഇല്ല. ഇത് ഷേരാ ബീറ്റൽ ഒറിജിനൽ സാധനം. പഞ്ചാബ് ഒറിജിനൽ സാധനം. ഇത് കണ്ടില്ലേ, നക്ഷത്രപ്പാടുണ്ട്. 4 ലിറ്റർ പാല് കിട്ടും. ഇതിനെ ബ്രീഡ് ചെയ്യിക്കാൻ വേറെ കൊണ്ടുപോകും. ഒമല്ലൊരു മുട്ടനുണ്ട്. അതിന്റെ മുട്ടനും ഇവിടെ ഉണ്ട്. 1 വയസ്സായി. പിന്നെ മോന്. അതിനെ കൊണ്ട് ബ്രീഡ് ചെയ്യിക്കത്തില്ല. ഒന്നുമില്ല. ഇവിടെ മുട്ടന്മാരുണ്ടല്ലോ. പിന്നെന്താ 1000 രൂപ ബ്രീഡ് ചെയ്യാൻ ഉണ്ട്. ഇഷ്ടം പോലെ ഇന്നലെ എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഇതെല്ലാം വെലാമ്പരിപ്പ് ഈന്തപ്പഴെല്ലാം കൊടുക്കാൻ പറ്റുന്നത്. അത് കാണിച്ചു തരാം. വെലാമ്പ് ഈന്തപ്പഴൊക്കെ മേടിച്ചു വെച്ചങ്ങനെ കാണിച്ചു തരാം. പറഞ്ഞുതരാം. ഇതേത് പറ. ഇതല്ലേ, ഈ ഷെയ്ഡ് മുറിയാതെ വരണം. എല്ലാ ആടുകൾക്കും ഇതേപോലെ ഡിസൈൻ ഉണ്ടോ? ഇത് മുറിഞ്ഞത് വരാം, കളർ വ്യത്യാസം വരാം. പക്ഷെ ഇത് ഒറിജിനൽ സാധനം. ഇതിനെ കടിച്ച് വിനീളമുള്ള ആടുണ്ട്. ഇപ്പൊ ഇതിന്റെ ഒരു കുട്ടിയെ ഞാൻ ഒരാള് കോട്ടയത്ത് 2 മുട്ടനും കുട്ടിയില്ല എനിക്ക്. ഒരു 20 ദിവസമായ കുട്ടിക്ക് എന്നോട് പറയാ, 4 മാസം ആകുമ്പോഴേ കുട്ടിയെ തരത്തുള്ളൂ. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, 30,000 രൂപ ആയിട്ട് വരെ. കുട്ടി ചത്തുപോയാൽ പൈസ തിരിച്ചു തരാം. ഈ ഒരു ആടിന് എന്ത് വില കിട്ടും? ഇത് 50,000 രൂപ. ഇവിടെ 2 കുട്ടി കൊടുക്കില്ല. ഇവിടെ വിൽക്കാനുള്ള ഇവിടെ കിടന്ന് കൊടുക്കത്തില്ല. ബ്രീഡ് ചെയ്തെടുത്താണോ? ബ്രീഡ് ചെയ്ത് ഇതിന്റെ ബ്രീഡിംഗ് ഉണ്ട്. എല്ലാത്തിന്റെ ബ്രീഡിംഗ് ഉണ്ട്. ഈ കരോളിയുടെ മാത്രമേ ഇല്ല. പുറത്തുണ്ട്.
കൊണ്ടുവരാൻ. ആശുപത്രിയിൽ നമുക്ക് എങ്ങനെ വല്ല സംരക്ഷണം തരുന്നുണ്ടോ? എന്തെങ്കിലും അസുഖം വന്നാലോ? അസുഖം വന്നാൽ എന്താ വെച്ചാൽ മുളിക വല്ലതും തരും, അല്ല ഒന്നുമില്ല. അല്ല ഒന്നുമില്ല. ഡോക്ടർമാരൊക്കെ വന്ന് പരിശോധിക്കാറൊക്കെ ഉണ്ടോ? എല്ലാം ഞാൻ സ്വന്തമായിട്ടാ പരിപാടികൾ എല്ലാം അറിയാം. ആളുകൾക്ക് പ്രധാനമായിട്ട് വരുന്ന അസുഖം എന്തൊക്കെയാ? ഇതിങ്ങൾക്ക് അകിടുദിനം വരും, അല്ല ഒന്നുമില്ല. കുളമ്പിന്റെ അസുഖമൊന്നും വരാറില്ല. കുളമ്പിന്റെ ഒന്നും വരാറില്ല. അല്ല അതിനെ അഴിച്ചു വിട്ടേക്കും, മണ്ണിലിറക്കും, വെളിയിലിറക്കും. മൊത്തത്തിന് ആട് മണ്ണിൽ നിൽക്കണം, വെളിയിൽ ഇന്നലെ കൂട്ടി തന്നെ നിർത്തിയാൽ തളർന്നു മുട്ടനൊക്കെ. പിന്നെ പുകപ്പൊക്കെ ഉണ്ടല്ലോ, എല്ലാം പറഞ്ഞു. പിന്നെ ഇത് മലബാറിയാ, ഫ്രീ ആയിട്ട് തന്നെ. അണ്ണന്മാര് പത്തനംതിട്ട ഒരു പ്രസവത്തിൽ 5 കുട്ടി, ഇതോടെ 3 കുട്ടി ഇതോടേക്ക്. അതോട് 5 കുട്ടിയായിരുന്നു. ഒരു 2 അവരും കിടന്ന് ചത്തുപോയി. ഇതിന്റെ കാല് കുഴിത്തിട്ട് ആ 3 കുട്ടികളെയും തള്ളം കൂടെ ചുമ്മാ കൊണ്ട് തന്നെ എടുത്തോളെ. എനിക്ക് ഇങ്ങനെ തരണമെന്നുണ്ടെങ്കിൽ ഞാൻ കളിപ്പീരുകാരനെ തന്നെ തരൂ. അതെ ഇതേ ഒത്തിരി പേര് വിളിക്കുന്നുണ്ട് തരാമെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, വളർത്താനുള്ള സൗകര്യം ഇല്ല. നമ്മുടെ കസ്റ്റമേഴ്സ് വരുമ്പോഴേ നമ്മള് ഈ ആടിനെ വിൽക്കുന്നത് നമുക്ക് എങ്ങനെയാണ് ഈ വില വെച്ച് കൊടുക്കുകയാണോ? വില വെച്ച് ഇവിടെ ത്രാശ് ഉണ്ട്, തൂക്കമല്ല. ഞാൻ ഇവിടെ തൂക്കി നോക്കും. ഒരു കുട്ടി 4 മാസം ആകുമ്പോൾ 30 കിലോ. 1 കിലോയ്ക്ക് എത്ര രൂപ? ഞാൻ 500 രൂപ. ഓരോ ആടിന് വ്യത്യസ്തമായ വിലയുണ്ട്. ഷെറാബീറ്റിന്റെ ഒക്കെ ഡെപ്പാബീറ്റിന്റെ കുട്ടിക്ക് വില നല്ല വിലയാവും. 20 കിലോ അല്ല, 20,000 രൂപ വിലയാവും ഒരു കുട്ടിക്ക്. അപ്പൊ ഇത്രയും വരും. ഇത്രയും ഒരു കുട്ടിയെ കൊടുത്തിട്ട് 20,000 രൂപ മേടിക്കും. ഇത് കണ്ടില്ലേ, ഇത് കുട്ടിയാ ഇതാണ്ട്. പിന്നെ നമ്മുടെ വേലിയാടുകൾ, വേലിയാട് ഞങ്ങളുടെ എന്റെ അമ്മയുടെ കുഞ്ഞുനാളിയുള്ള സാധനം. ഇതാണ് ഇവിടുത്തെ വെറൈറ്റി. കലമാന്റെ കളറാ, കണ്ടോ? ഇവിടെ നോക്ക്. ഇത് നമ്മളിവിടെ തന്നെ ബ്രീഡ് ചെയ്യോ? ഇവിടെ തന്നെ ബ്രീഡിങ്. ഇതിന് ഒന്നേ ഉള്ളായിരുന്നു, മറ്റേ 2 ഇതുകൊണ്ട് വരുന്നവർക്ക് ഷെയ്ക്കാൻ്റെ വരുന്നു. ഇത് വില ഭയങ്കര, ഇതിനെ കിട്ടില്ല. ഈ കളർ ഒത്തു കിട്ടത്തുമില്ല, ഇതിനെ ഇവിടെ കിട്ടത്തില്ല. ഇത് അന്യം നിന്ന് പോവാ ഇവിടുന്ന്. വന്നേ ഷെയ്ക്കാൻ്റെ ഈ കൈ മതി. ആ കൈയല്ല, ഈ കൈ ഇത് ഇതാ. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് തന്നെ. ഇതാ ഈ കൈ. കൈ തരും. ആക്കളെ സാരി. ഗർഭിണിയാ. എത്ര മാസമായി? ഇതിപ്പോ 4. പിന്നെ ഇങ്ങോട്ട് വന്നേ. ഇത് ബീറ്റല്ലേ, ഡബ്ബ ബീറ്റൽ എന്ന് പറയും. വില ഭയങ്കര നല്ല വിലയാവും. ബീറ്റല്ല, ഇത് കണ്ടില്ലേ ചത്ത ചുണ്ട്. ചുണ്ട് വ്യത്യാസം. ഇത് മേപ്പോട്ടങ്ങ് വരും വളഞ്ഞു. ഇത് കണ്ടില്ലേ, ഗർഭിണിയാ. ഇതുണ്ടോ? ഇതിനെല്ലാം 50 മുന്നോട്ട്. ഒരാടിന് ഇതിന്റെ കുട്ടിയെടുക്കാൻ വേണ്ടി. ഇതിനെ എന്നാ ഇവിടെ ക്രോസ് ചെയ്യാൻ കൊണ്ടുവന്ന ഒരു കോണ്ടക്ടറോട് മേടിച്ച. പുനലൂർ ഇടമണ്ണൂന്ന് ഇവിടെ കൊണ്ടുവന്ന സാർ. ഞാൻ പറഞ്ഞു സാറേ കൊടുക്കാൻ നേരം എനിക്ക് തരണേ. അങ്ങനെ വന്നു. രണ്ടാമത്തെ. ആദ്യം അവരെ ഇന്ന് പ്രസവിച്ച. ഇവിടെ ഇപ്പൊ ഞാൻ ഷെയറാബീറ്റലിനെ കൊണ്ട് ക്രോസ് ചെയ്ത ഒറിജിനൽ മുട്ടൻ. കുട്ടിയെ കിട്ടിയാൽ മതി. ഭയങ്കര പാലുള്ള. ഇതിന് 3 ലിറ്റർ പാല് കിട്ടും. കറക്റ്റ് കിട്ടും, ചുമ്മാ പറയുന്ന കാര്യമല്ല. പിന്നെ കുട്ടി 2 മാസം കഴിഞ്ഞു. 2 മാസം കഴിഞ്ഞ ഒരു മോനായത്. ഇതാണ് കണ്ടില്ലേ, 2 മാസം കഴിഞ്ഞു കുട്ടിയാ. അതിന്റെ വരണം എടുത്തോ. 2 മാസം കഴിഞ്ഞു. ഇതിന് 15,000 തൊട്ട് തുടക്കം. 4 മാസം കഴിഞ്ഞേ ഒരു കുട്ടിയെ ഇഷ്യൂ ചെയ്ത് കൊടുക്കത്തുള്ളൂ. അല്ല കൊടുക്കത്തേ ഇല്ല. കാരണം കൊടുത്തു കഴിഞ്ഞാൽ പാലുകൂടി മാറാതെ കൊണ്ടുപോയി കുട്ടി ഉണവാകത്തില്ല, ചത്തുപോകത്തേ ഉള്ളൂ. പാലുകൂടി പരമാവധിയായിട്ട് അവരുടെ തീറ്റയും കുടിയെല്ലാം എടുത്തു കഴിഞ്ഞാൽ കൊടുക്കത്തുള്ളൂ. ഈ പരിവാകുമ്പോഴേ കൊടുക്കും. ഇത്ര 4 മാസം ആകുമ്പോ ആവും. ഇത് കണ്ടില്ലേ, ഇതിപ്പോ 30 കിലോയ്ക്ക് മേലുണ്ട് ഈ കുട്ടി. ഒന്നും ചെയ്യത്തില്ല. അവിടെ ആട് നിൽക്കുന്നുണ്ടല്ലേ. ഇടിച്ചു നൂത്തോളെ. അത് ചുമ്മാ അണ്ണൻ ചുമ്മാ അറിഞ്ഞ
ഇടിച്ചെന്തോലും പറ്റിപ്പോയ പിന്നെ ആ സമ്മാനം പറയണം. ആരൊക്കെ കൂടുതലാണ്? ആ പിന്നെ ഇത് മൈലം 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 സ്റ്റണ്ടിന് കൊണ്ടുപോകുന്ന ആള്. ഇതിന്റെ ക്വാളിറ്റിക്ക് 1 ലക്ഷം രൂപ വില. ഈ തമിഴ്നാട്ടിൽ കിട്ടുന്നു മത്സരങ്ങൾക്ക്. ഇവിടെ മത്സരം ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ നിർത്തി. ഈ കൊമ്പിന് 4 കളറുണ്ട്. ഇത് കണ്ടില്ലേ? ഈ വേണ്ടേ? ഇത് കണ്ടോ? 2 1 2 3 4 കുളിപ്പിച്ച് വൃത്തിയാക്കണം തേച്ച്. പിന്നെ കൈനീളം വരും ഈ കൊമ്പ്. ഇത് കിഴിച്ച് ഡ്രിൽ ചെയ്ത് ഇത് ഇടിക്കുന്നോണ്ട് മൂക്കും കുത്തി അതിനെ വെളിയിൽ കൊണ്ടുപോകും. ഇല്ല ഇല്ല, ഇതിനെ വിടത്തില്ല. ഇല്ല ഇല്ല. ഇത് ഇപ്പൊ പെണ്ണാടികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, അല്ലെ പണി ഇപ്പൊ മേടിച്ചു കിട്ടും. ഇതിന് 2-3 വയസ്സാകുമ്പോൾ. ഭയങ്കര പവർ അല്ലേ? പിന്നെ പിടിച്ചാൽ നിൽക്കത്തില്ല, കളിയല്ല. വിടട്ടെ. ഇല്ല, പെണ്ണാടി ഇരിക്കുന്നുണ്ട്, അല്ല ഇപ്പൊ ഇവിടെ കാണായിരുന്നു കളി. പെണ്ണാട് ഈ അടുത്ത് നിൽക്കുന്നുണ്ട്, അല്ല ഇപ്പൊ ഇവിടെ കളി കാണായിരുന്നു. കുഞ്ഞു കളിച്ച് എന്തേലും പറ്റിപ്പോയാൽ. മേയിച്ചോണ്ട് നടക്കുന്ന ഇല്ലയോ? ഇല്ല. കാളകളെയൊക്കെ ഉപയോഗിച്ച് മത്സരം നടത്താനൊക്കെ ആടിനെ ഉപയോഗിച്ച് ബ്രസീൽ മത്സരം നടത്തുന്നതാണ്. സ്റ്റാൻഡ് ഇടി കോരി നടത്തുന്ന ആളാ. ആ, അത് നമ്മള് പിടിച്ചാലൊന്നും നിക്കത്തൊന്നും. ഓ, ഇത് എവിടുന്നാ മേടിച്ചേ? ഇതിന് തമിഴ്നാടാ. തമിഴ്നാട്ടിൽ കിട്ടും. ക്വാളിറ്റിക്ക് ഭയങ്കര വിലയാ. 1 ലക്ഷം രൂപ. അത് അടുത്ത ഷെയറാബിറ്റ് അതൊന്നും ചെയ്യത്തില്ല. 1 വയസ്സ് കഴിഞ്ഞു. ഷെയറാബിറ്റ്. ഇതിന്റെ പ്രത്യേകതകള് ഇത് നല്ല ഭയങ്കര വിലയുള്ളതാടാ. നീട്ടാൻ വെക്കും, ഹൈറ്റും ആക്കും. ബ്രീഡിന് ഉപയോഗിക്കുന്നു. ഇത് കണ്ടില്ലേ? 1 വയസ്സ് കഴിഞ്ഞവനാ. 1 വയസ്സ് കഴിഞ്ഞു. ആ, 1 വയസ്സ് കഴിഞ്ഞ മുട്ടനെ ഇതുപോലെ ആക്കി തരട്ടെ. ഇവിടെ ജനിച്ച കുട്ടികളെ. അതിന്റെ മോനെ തള്ളയുടെ അല്ല, പഞ്ചാബ്. ആ തള്ളയുടെ വീട്ടിലെ ഷെയറാബിറ്റ് മോനാ. കണ്ടില്ലേ? ഇതിനോ? ഇതിനിപ്പോ 50 മേ വരും. ആ, 50-ന് കൊടുക്കില്ല. ഇഷ്ടം പോലെ ഉണ്ട്, ഇല്ലാത്ത പാടേ ഇഷ്ടം. 62 കുട്ടിക്ക് ഓർഡർ. ഇത് 90. ഇതിന്റെ ഭയങ്കര ഓർഡർ ഉണ്ട്. 100 മേലുള്ള ഭയങ്കര. ഇതിന്റെ വരി ഉടച്ച് ഒന്ന് വഴക്കാമെങ്കിൽ 200-250 കിലോ മേലാവും. ഇതിന്റെ ഈ വരിയുണ്ടല്ലോ, ഇത് ഒരു മിഷൻ വെച്ച് ഉടയ്ക്കുക, നരം ഉടയ്ക്കുക. നരം വെച്ചിട്ട് ഒരു ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ കൊടുക്കും. പിന്നെ ചാടാൻ കൊള്ളില്ല. തൂക്കം കയറി അങ്ങ് ചീർക്കും. ആ, അതാ 314 കിലോയുള്ള മുട്ടനെ കാണിച്ചേക്കുന്നു. 314 കിലോ. ചുമ്മാ ഇത് പറയാൻ പറ്റും. ഇത് കണ്ടില്ലേ? ഹൈറ്റ് കണ്ടോ? ഇതുപോലെ ആക്കി തരട്ടെ. എല്ലാ ദിവസവും നമ്മൾ കുളിപ്പിക്കുന്നില്ല, വാഷ് ചെയ്യും ആഴ്ച. അതല്ലല്ലോ, വാടയില്ലല്ലോ. കണ്ടോ? മുട്ടന്റെ അടുത്ത് വന്നിട്ട് വാട. ഒന്നുമില്ല. ഇല്ല, അതൊന്നുമില്ല. ഡെറ്റോൾ സോപ്പ് ഇട്ട് കുളിപ്പിക്കത്തേ ഉള്ളൂ. അല്ലേ ലൈഫ് പോയി. നോക്ക്, കളത്തി കഴിഞ്ഞ എനിക്ക് തന്നെ പിടിച്ച് വാങ്ങാൻ വയ്യ. എന്നെക്കാട്ടി ഹൈറ്റ് അല്ലേ? 1 വയസ്സ് കഴിഞ്ഞ സാധനമാണ്. ഇതുപോലെ നാക്കട്ടെ, ചടച്ചേക്കോ, ചടപ്പിച്ചിട്ടേക്കോ. എന്തോ ചെയ്യുമെന്ന് പറ. ഇവിടുത്തെ സിരോഹി, ഇവിടെ ജനിച്ച് വളർന്ന മോന. സിരോഹി രാജസ്ഥാനിലെ പിടി. തള്ളെ മേടിച്ച അവിടുന്ന് മേടിച്ചോണ്ട് ചനയോട്. ഇവൻ ഇവിടെ ജനിച്ച മോനാ. ഇവനെ ഇതുപോലെ പിന്നെ സിരോഹിമാനെ ഇതുപോലെ ആക്കി തരാമെങ്കിൽ ഞാൻ പറഞ്ഞു ഇവനെ ഫ്രീ ആയിട്ട് കൊടുത്തേക്കാം. 110 കിലോ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ആൾക്കാർ എന്നെ ചീത്ത വിളിക്കുവായിരുന്നു. നീ 300 ഇതിപ്പോ 3-4 വയസ്സ് എടുപ്പ്. ക്വാളിറ്റിയുടെ അത്. ഇതിന് 1 ലക്ഷം രൂപ മുന്നോട്ട് കിട്ടും. ആ,
രാജധാനി കൊടുക്കണം 1,00,000 രൂപ. പിന്നെ അവിടുന്ന് കൊണ്ടുവരുന്ന കൂലി എന്നാലും അവിടുന്ന് കൊണ്ടുവന്നിട്ട് ഇതുപോലെ കാണിക്കാനായിട്ട് പറ്റത്തില്ല. ഇവിടെ ഇതിനെക്കാട്ടി വലിയ ഡബ്ബാ ബീറ്റിലൊക്കെ ഉണ്ട് മുട്ടൻ, ഭയങ്കര മുട്ടനുണ്ട്. ഓമനിൽ നിൽപ്പുണ്ട്. ഒരു കുഴപ്പമില്ല. കണ്ടോ, കാല് നിലത്ത് മുട്ടുന്നില്ല. കണ്ടോ, ഇത് നോക്ക്. കണ്ടോ, ചുമ്മാ പറയുന്നതല്ല. പോരായോ? അതാണ്ടത് പോരായോ? നോക്ക്, കാലെന്റെ മുട്ടുന്നുണ്ടോ നോക്ക്. വളയുന്നില്ലല്ലോ ആട്. ആണ്ട് കണ്ടോ. ഇതേപോലൊന്നും വേണ്ട. ചുമ്മാ ഇഴുവടിച്ചാ പോരാ. ചുമ്മാ 110 കിലോ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ചുമ്മാ നീ വിടുവാടിക്കുക. ഇതിനെക്കാട്ടി വലിയ സുരഭിയുടെ കാണിച്ചില്ല തന്നെ. അവര് കൊടുക്കുന്ന പാലും അത് ഫ്രൂട്ട്സ് ഐറ്റങ്ങളാ. എനിക്ക് പിന്നെ കാശുകാരുണ്ട്, കൊടുക്കാനുള്ളതല്ല. എന്നാ ഇത് ഓരോന്നും കൂടാ, അല്ലേ വരത്തില്ല. വരുവാ. എല്ലാവർക്കും വരാൻ പരിപ്പ് ഇന്നപ്പോഴും കൊടുക്കും. അത് കണ്ട അടിക്കുന്നുണ്ട കാലും കൊണ്ട്. ഇതെല്ലാം കൊടുക്കും. അയ്യോ, അരിയാൻ കളയും. ഈന്തപ്പഴ കൊടുക്കും. സിരവി, കരോളിയുണ്ട്, ഡബ്ബാ ബീറ്റലുണ്ട്, ഷാരാ ബീറ്റലുണ്ട്. ഇങ്ങനെയുള്ള ആടുകളെ ഉള്ളൂ. ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്? രാജസ്ഥാൻ, പഞ്ചാബ്, പിന്നെ തമിഴ്നാട്, പിന്നെ വേലിയാട്. ഇവിടുത്തെ ഇതിവിടെ 4 മാസമായ കുട്ടിയാണ്. വീടുകളിൽ കൊണ്ടുവരും. ഇങ്ങനെയുള്ള നീട്ടായി അവിടുത്തെ വീട്ടുകളിൽ നിന്ന്, പിന്നെ ഫാമിൽ നിന്നല്ല. അല്ലല്ല, ഇതുപോലെയുള്ള നീട്ടായി നോക്കും. ഇങ്ങനെയുള്ള ഇങ്ങനെ ഹൈറ്റ് നോക്കും. പെണ്ണാടാന്നേല്. പിന്നെ അകിട്, പല്ല്, ഇത്രയും കാര്യമേ നോക്കത്തുള്ളൂ. എനിക്കിഷ്ടപ്പെട്ട എടുക്കും. ഉജിരിക്ക് ഒരാളിന് ഇപ്പം 50,000 40,000 തൊട്ട് തുടക്കമോ. 75,000 ഒരാടിന്റെ വില. പഞ്ചായത്തിൽ നിന്ന് എന്നെ കൊണ്ട് ഇത് പണിയിച്ച്. ഏത് പഞ്ചായത്ത്? പൂന്നി പഞ്ചായത്ത് പണിയിപ്പിച്ചിട്ട് ചെയ്തോളാൻ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ. ഞാൻ ഇത് 2.5 ലക്ഷം രൂപ അടക്കി ഇത്രയും കാര്യമെല്ലാം ചെയ്തു. ചെന്നപ്പോ എന്നോട് ചോദിക്കുക, നിന്നോട് ആര് പറഞ്ഞു ചെയ്യാനും? അന്നിരുന്ന് ഉദ്യോഗസ്ഥൻ ഗൾഫിന് പോയി, അവനോട് മേടിച്ചോളാം. 5 രൂപ എനിക്ക് തന്നിട്ട്. ഞാൻ ഒരു കർഷകന്, എന്നോട് ഈ ചതി കാണിക്കാവും. ഞാൻ വളരെ പ്രതീക്ഷയോടെ നിങ്ങളെല്ലാം പോറ്റിക്കൊണ്ട് പോകുന്നത്. അപ്പൊ എന്നോട് അവർ ആ ചതി കാണിക്കാൻ ഒന്നീ പറയണം, അല്ലെ ചെയ്യണ്ട. എന്നെ തൊഴിലുറപ്പ് പദ്ധതി ചേർത്തു. ഇവർ ചേർത്ത എല്ലാം ഞാൻ എല്ലാം റെഡിയാക്കി കൊണ്ട് വന്നിട്ട് ഇയാളെ പണിതു പൈസ തന്നേക്കാന്ന് പറഞ്ഞു. ഞാൻ കള്ളക്കടം മേടിച്ച് 2.5 ലക്ഷം രൂപ കൊടുത്ത് ഇതെല്ലാം പാലത്തിട്ടേക്ക്. ഇത്രയും ചെയ്യണ എന്നാണ് ആലോചിച്ച് നോക്കി. എത്ര രൂപ ആവും? വിറ്റില്ല, സിമെന്റ്, ഈ ഇതെല്ലാം കൊണ്ടുവന്ന് ഈ വാർത്ത് ഇതെല്ലാം ചെയ്തു. എത്ര രൂപ ആവും? എനിക്ക് പൈസ തരാൻ ചെന്ന് ചോദിക്കാൻ പറഞ്ഞു. നിന്നോട് ആര് പറഞ്ഞു ചെയ്യാനും? 4ാമത്തെ വർഷം എനിക്ക് 5 രൂപ ഇതുവരെയും തന്നെ. അതിൽ ഒരു പഞ്ചായത്തിൽ നിന്ന് ഒരു തീരുമാനം ഉണ്ടാക്കിയത് എനിക്ക് പൈസ 1 ലക്ഷം രൂപ തരാമെന്നും പറഞ്ഞാൽ ചെയ്യിപ്പിച്ചു. ഓട്ടെ, ഞാൻ കള്ളക്കട അല്ലയോ എടുത്ത് ചെയ്ത്. എന്റെ പ്രതീക്ഷ മൊത്തം നഷ്ടപ്പെട്ടു. 75,000 രൂപ മുടി ഞാൻ ഇതാ. ഇതൊന്നും തരത്തില്ല, ഒന്നുമില്ല. ഒരു കാര്യം എനിക്ക് കിട്ടുന്നില്ല. ലോണിന് ചെന്നു, ബസ് ഓഫീസിൽ ചെന്നെ പറഞ്ഞു ലോൺ തരാം. പിന്നെ പറഞ്ഞു വിടും, ആടിന് ലോണില്ല, വേണേ പശുവിന് വരാം. ഗ്രാമീണ ബാങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആളുടെ മനേർക്ക് തന്നെ അറിയാം, ഞാനുമായിട്ട് ഇടപാടുള്ള. 20 ലക്ഷം രൂപയൊക്കെ ഇപ്പൊ ഓൾറെഡി ഞാൻ റെഡിയാക്കി തരാം. ഞാൻ ആടിനെ എടുക്കാനായിരുന്നു, അത് പ്രതീക്ഷിച്ചിരുന്നു. ബസ് ഓഫീസിൽ നിന്ന് പറയാം, നിങ്ങൾക്ക് ആടിന് ലോൺ ഇവിടും തരത്തില്ല. നിനക്ക് എത്ര വയസ്സുണ്ട്? നീ എന്തോത്തല്ല വന്നേ? എന്നോട് ഒരു ചെറുക്കൻ ചോദിക്കുക, ജോലിക്കാരൻ പയ്യനാ, ഇയാൾ എന്തോത്തല്ല വന്നേന്ന്. ഞാൻ ചോദിച്ചു, വെൻസുകാരെ പറഞ്ഞു. അപ്പോൾ നമ്മള് കോന്നി പഞ്ചായത്തിലെ പൈനാമൺ തേക്കുമലയിലാണ്. അപ്പോൾ നമ്മൾ ഈ കണ്ടത് ഒരു ആടുജീവിതം എന്ന് തന്നെ പറയാം. ആടുകൾക്ക് വേണ്ടി ജീവിക്കുന്ന ആട് വിജയാണ്. ആട് വിജയം എന്ന് പറഞ്ഞാൽ എല്ലായിരം ആടുകളുണ്ട്. വിജയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വന്നാൽ ബുക്ക് ചെയ്താൽ ആടിനെ കിട്ടും കേട്ടോ. എല്ലായിടത്തും കണക്ക് ഇറച്ചിക്ക് തൂക്കി കൊടുക്കുന്ന ഒരാളല്ല. ആടിന് ഇറച്ചിക്ക് വിൽപ്പനയില്ല. അപ്പോൾ എല്ലാ ഇനം പഞ്ചാബിലെയും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെയും ഒക്കെ എല്ലാ സ്ഥലത്തെയും നല്ല ഇനം ആടുകൾ എൻ്റെ അടുത്ത് ഇരിക്കുന്ന ആട് തന്നെ ഏറ്റവും നല്ല ബ്രീഡാണ്. അപ്പോൾ നമുക്ക് ഈ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ വിജയനെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ നമ്പറെല്ലാം തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രീൻ ലീഫ് യാത്രകൾ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ.